അഴിമതിക്ക് പാർലമെന്ററി പരിരക്ഷയില്ല എന്ന് സുപ്രീം കോടതി. ഭരണഘടനാ ബെഞ്ച് വോട്ടിന് കോഴ വാങ്ങുന്നതിൽ വിചാരണ ചെയ്യപ്പെടുന്നതിൽ നിന്നും MLA-മാർക്കോ MP-മാർക്കോ സംരക്ഷണമില്ലെന്ന് സുപ്രീം കോടതി. ബി ബാലഗോപാൽ വിവരങ്ങളുമായുണ്ട്. ബാലു, കോടതി ഏത് പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു കാര്യം പറയുന്നത്? എന്താണ് കോടതിയുടെ നിർദ്ദേശം? വളരെ സുപ്രധാനമായ വിധി പ്രസ്താവമാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ അധ്യക്ഷതയിലുള്ള 7-അംഗ ഭരണഘടനാ ബെഞ്ചിൽ നിന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നത്. വോട്ടിന് കോഴ അഥവാ പാർലമെന്റുകളിലും നിയമനിർമ്മാണ സഭകളിലും പാർലമെന്റ് ഉൾപ്പെടെയുള്ള നിയമനിർമ്മാണ സഭകളിൽ ഈ വോട്ടിന് വേണ്ടി പണം വാങ്ങി വോട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഈ പരിരക്ഷ ഉണ്ടായിരിക്കും, പാർലമെന്ററി പരിരക്ഷ ഉണ്ടായിരിക്കുമെന്നായിരുന്നു 1998 നരസിംഹറാവു കേസിൽ സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചിരുന്നത്. 5-അംഗ ഭരണഘടനാ ബെഞ്ച് 1998 പുറപ്പെടുവിച്ച വിധി പുനഃപരിശോധിച്ചുകൊണ്ടാണ്, അഥവാ അത് റദ്ദാക്കിക്കൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ അധ്യക്ഷതയിലുള്ള 7-അംഗ ഭരണഘടനാ ബെഞ്ച് ഇപ്പോൾ ഈ സുപ്രധാനമായ വിധി പ്രസ്താവം നടത്തിയിരിക്കുന്നത്. ഭരണഘടനയുടെ 105-ാം അനുച്ഛേദ പ്രകാരമുള്ള പരിരക്ഷ ഇത്തരം കേസുകളിൽ, അതായത് വോട്ടിന് കോഴ വാങ്ങുന്ന കേസുകളിൽ ഈ MP-മാർക്കും MLA-മാർക്കും അവകാശപ്പെടാൻ വേണ്ടി കഴിയില്ല എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അഴിമതിക്ക് ഒരു തരത്തിലുള്ള പാർലമെന്ററി പരിരക്ഷ ഇല്ല എന്നും അത്തരത്തിൽ അഴിമതി നടത്തുന്നത്, കൈക്കൂലി വാങ്ങി ഈ പാർലമെന്റിൽ ഈ വോട്ടും മറ്റും ചെയ്താൽ അത് അഴിമതി നിരോധന നിയമപ്രകാരം എടുക്കുന്ന കേസിൽ, അത്തരം കേസുകളിൽ വിചാരണ നേരിടുവാൻ ആ ജനപ്രതിനിധികൾക്ക് ബാധ്യതയുണ്ട് എന്നുമാണ് കോടതി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. മറ്റൊരു സുപ്രധാനമായ കാര്യം സുപ്രീം കോടതി ഇന്നത്തെ ഈ വിധി പ്രസ്താവത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിലും ഏതെങ്കിലും അംഗം ഈ പണം വാങ്ങി, അതായത് ജനപ്രതിനിധികൾ പണം വാങ്ങി അവർ ഈ വോട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കേസെടുക്കാൻ വേണ്ടി കഴിയുമെന്നതാണ്. കാരണം സമീപകാലത്ത് ഇന്ത്യയിൽ പല കേസുകളും ഈ പല സംസ്ഥാനങ്ങളിലെയും രാജ്യസഭാ തെരഞ്ഞെടുപ്പുകളിലും മറ്റും ഈ ക്രോസ് വോട്ടിംഗ് നടക്കുന്നുണ്ട്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ സഭയ്ക്കുള്ളിൽ ഏതെങ്കിലും തരത്തിൽ ഈ വോട്ട് ബാലു, അവിടെ ഇത് കൂടുതൽ പ്രസക്തമാവുകയും ചെയ്യുന്ന അവിടെയാണല്ലോ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹിമാചലിൽ വരെ നമ്മൾ കണ്ടു ഈ കുതിരക്കച്ചവടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പലയിടങ്ങളിലും സംസ്ഥാനത്ത് ഇത് ആവർത്തിച്ച്, രാജ്യത്ത് പല സംസ്ഥാനങ്ങളിൽ ആവർത്തിച്ച് നടക്കുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ കോഴ വാങ്ങിയിട്ടുള്ള ആളുകൾ വിചാരണ നേരിടണമെന്നുൾപ്പെടെയുള്ള സുപ്രധാനമായ തരത്തിലുള്ള ഇപ്പോൾ വിധി അല്ലെങ്കിൽ ഉത്തരവ് കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അത് എത്രത്തോളം നിർണായകമാകും? പ്രത്യേകിച്ച് ഈ ഒരു പൊതു തെരഞ്ഞെടുപ്പൊക്കെ നടക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള നടപടികളൊക്കെ പെട്ടെന്ന് തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ഒരു വിശദാംശങ്ങൾ? തീർച്ചയായും വലിയ സുപ്രധാനമായ ഒരു ഉത്തരവാണ് സുപ്രീം കോടതിയുടെ 7-അംഗ ഭരണഘടനാ ബെഞ്ച് ഇന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ചുരുങ്ങിയ പക്ഷം അത് ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പുകളിലും മറ്റും ഈ സുപ്രീം കോടതിയുടെ 7-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി വലിയ തോതിലുള്ള സ്വാധീനം ചെലുത്താനുള്ള സാധ്യതയാണ് ഉള്ളത്. സാധാരണഗതിയിൽ ഈ അങ്ങനെ ക്രോസ് വോട്ടിംഗ് ചെയ്യുന്നവരെ ഈ സ്പീക്കർക്ക് ആ പാർട്ടിയിൽ, അതായത് അവർ ഉൾപ്പെടുന്ന പാർട്ടിയിൽപ്പെട്ടവർ ഈ പരാതി നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അയോഗ്യതയും മറ്റും കൽപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. അവർക്കെതിരെ ഈ ക്രിമിനൽ പ്രോസിക്യൂഷൻ പ്രകാരമുള്ള നടപടികളിലും മറ്റും കടന്നിരുന്നില്ല. എന്നാൽ സുപ്രീം കോടതിയുടെ 7-അംഗ ഭരണഘടനാ ബെഞ്ച് ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്, അത്തരം ക്രോസ് വോട്ടിംഗ് നടത്തുന്നവർക്ക്, അതായത് പണം വാങ്ങി വോട്ട് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാമെന്നും അവർ അത്തരം പ്രവർത്തനങ്ങൾക്ക് ഈ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കേസിലെ വിചാരണ നടപടികൾ നേരിടണമെന്നുമാണ് സുപ്രീം കോടതി ഇന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. 2 വശമാണ് ഇന്നത്തെ ഈ വിധി പ്രസ്താവത്തിലുള്ളത്. ഒന്ന്, ഈ പാർലമെന്റ് ഉള്ളിൽ ഈ പണം വാങ്ങി ഈ വോട്ട് ചെയ്യുക, പ്രസംഗിക്കുക തുടങ്ങിയ കാര്യങ്ങൾ. രണ്ടാമതായി കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, രാജ്യസഭാ തെരഞ്ഞെടുപ്പ് എന്നിവയിൽ ഈ പണം വാങ്ങി വോട്ട് ചെയ്യുന്ന അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കെതിരെ ഈ അഴിമതി നിരോധന നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യാമെന്നും അവർ അതിൽ വിചാരണ നേരിടണമെന്നുമാണ് സുപ്രീം കോടതി ഇന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്.